രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എന്റെ പൊന്ന് രാഹുൽ ഇപ്പോൾ രണ്ടാമത്തെ യുവതിയെ രാഹുൽ വിളിച്ചു എന്നാണ് ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ രാഹുലിനെതിരെ ജാമ്യം റദ്ദാക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥ? രാഹുൽ അങ്ങനെ വിളിക്കുവോ? സാമാന്യ ബോധമുള്ള ആരെങ്കിലും വിളിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ കറക്റ്റ് വിവരങ്ങളൊന്നും ഞാൻ ആരെയും വിളിച്ച് തിരക്കിയില്ല. കാരണം എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ MLA ഓഫീസിൽ ഒരു വ്യക്തി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് വിവരങ്ങൾ ഞാൻ തിരക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തോ. ജസ്റ്റിസ് ഫോർ രാഹുൽ തന്നെ കൊടുത്തോ. നമ്മൾ എന്തായാലും രാഹുലിന് സപ്പോർട്ടാണ്. പിന്നെ രാഹുൽ പാലക്കാട് മത്സരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ലൈക്കും കൂടെ ചെയ്തു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? നമ്മുടെ ഷഹനാസ് ചേച്ചി കൊണ്ട് ഈ കേസും കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊക്കെ പെടും. ഷഹനാസ് കേസ് കൊടുത്ത സ്ഥിതിക്ക് നമ്മൾ വിടാൻ ചാൻസ് കൂടുതലായിരിക്കും. എന്തായാലും ഷഹനാസ് ചേച്ചിയുടെ കേസല്ലേ. അതുപോലെ തന്നെ ചേച്ചി കോടതി ചെന്ന് ഹാജരാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് വാറന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. നല്ല പണി കിട്ടി. എന്താ പറയാ, കോഴിക്കോട് ബീച്ച് നിന്നാൽ ആൾക്കാർ പൊക്കിക്കൊണ്ടു പോകുന്നതിന്റെ അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. ഷഹനാസ് ചേച്ചിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ചേച്ചിയുടെ വീഡിയോ ഒന്ന് തുടങ്ങിയിട്ട് രാഹുലിന്റെ ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സൈബർ ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കോൺഗ്രസ് വനിതാ നേതാവ് എം എ ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ സൈബർ ആക്രമണം എന്നാണ് പരാതി. രാഹുലിന്റെയും ഷാഫിയുടെയും അനുയായി നിബു വർഗീസ് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നെന്നും പരാതിയിൽ പറയുന്നു. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എന്താണ് ഷഹനാസിന്റെ പരാതി? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ അക്രമങ്ങൾക്കെതിരായ പരാതി, അത് പൊതുസമൂഹത്തിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് രാഹുലും ഒപ്പം തന്നെ ഷാഫിയുടെയും അനുയായികളായ ആളുകൾ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു, സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നടത്തുന്നു. താനും ഭർത്താവും കുട്ടിയുമായി കോഴിക്കോട് ജീവിക്കുന്ന ആളാണ് താൻ. അത് അങ്ങനെ ഒരു കുടുംബമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് പോലും പോകേണ്ട ഘട്ടത്തിലേക്കാണ് ഈ അധിക്ഷേപം എത്തിയിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭയിൽ എത്തി. ഓക്കെ, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. എപ്പോഴും ഷഹനാസിന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും ഞാൻ കോഴിക്കോട് അങ്ങ് കാണുവാടാ, നീയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വാടാ, നീക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഓരോ പഞ്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ആലോചിക്കണം. അടിമുടി തപ്പി എടുത്തുകൊണ്ട് ഓരോ ആൾക്കാരും വരും. നിങ്ങളുടെ പഴയ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ ഈ ഒരു കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർ ഈ കേസ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാരണം എഴുത്തുകാരൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, സുധീഷിൻ്റെ. അദ്ദേഹം കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ 3 വർഷം മുമ്പ് കൊടുത്തതിൻ്റെ വിധി വന്ന് ഇപ്പോൾ ഇവർക്ക് അറസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സംഭവം മാറ്റി തിരിക്കാൻ വേണ്ടി ഇപ്പോൾ രാഹുലിൻ്റെ കാര്യങ്ങൾ എടുത്തിടുകയാണ്. അപ്പോൾ രാഹുലിൻ്റെ കൂടെ ഉള്ളവർക്കെതിരെ കൊണ്ട് കേസും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ പൊന്നു ഷഹനാസ്, ഞാനൊരു കാര്യം തുറന്നു പറയാം. വെല്ലുവിളിയാവാം, സംസാരിക്കുമ്പോൾ ആളും തരമൊക്കെ നോക്കി സംസാരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ഷഹനാസ് തല വിധിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഷഹനാസിന്റെ എടുത്തുചാട്ട സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ രാഹുലിന്റെ വിഷയത്തിൽ വന്നിട്ട് അവൻ അതാണ്, അവൻ മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചു. അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിക്ക് ഷഹനാസ് പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഷഹനാസിന്റെ ആവശ്യം. എഴുത്തുകാരി ഉൾപ്പെടെയാണ് താൻ. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടപെടുന്ന ആളാണ്. അങ്ങനെയുള്ള തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് അധിക്ഷേപം നടത്തുന്നത്. നിബു വർഗീസ് എന്ന ആൾ നടത്തിയ അധിക്ഷേപപരമായ പോസ്റ്റുകൾ, അതിന്റെ ലിങ്കുകൾ ഉൾപ്പെടെ ഷെയർ ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പരാതി സ്വാഭാവികമായും മുഖ്യമന്ത്രി DGPക്ക് കൈമാറുകയാണ് ചെയ്യുക. സൈബർ പോലീസിന് അന്വേഷണത്തിന് ഉത്തരവ് നൽകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതി ഉയരുകയും അതിനുശേഷം സൈബർ ഇടങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ തനിക്കും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പലതരത്തിലുള്ള തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമാക്കിയായിരുന്നു ഷഹനാസ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത്. അതിനുശേഷം ആണ് വലിയ തരത്തിലുള്ള അധിക്ഷേപം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഷഹനാസ് നേരിട്ടത്. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഓക്കെ, എന്താ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ തന്നെ ചേച്ചി ചോദിച്ചു മേടിച്ച കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് കൂടുതൽ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി രാഹുലിനെതിരെയുള്ള കേസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. രാഹുൽ രണ്ടാമത്തെ പെൺകുട്ടിയെ വിളിച്ചു ഇന്ന പോലെ സംസാരിച്ചെന്നാണ് ഇപ്പോൾ പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ ന്യൂസിലും കാര്യത്തിലോട്ട് പോവുകയൊക്കെ ചെയ്യാം. ആ രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഭർത്താവ് വന്നിട്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എല്ലാവരും കൂടെ രാഹുൽ കാരണമാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, ഞാനും അവളും തമ്മിലുള്ള പ്രശ്നത്തിന്റെ രാഹുൽ വന്ന് ഇടപെട്ടു, പ്രശ്നം പരിഹരിക്കാനെന്ന് പറഞ്ഞ് ഇടപെട്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ പൊന്നളിയ, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ രാഹുൽ കാരണമാണോ? അല്ല. അതിപ്പോൾ പരിഹരിക്കാൻ ചെന്നിട്ട് അവൻ്റെ കൂടെ ഈ തോന്നിവാസം കാണിച്ചെങ്കിൽ അവൾ ആരായിരിക്കും മോള്?
നീ അതൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ രാഹുലാണ് പ്രശ്നക്കാരെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ പിന്നെ ഡിവോഴ്സ് ആയിട്ടുമില്ല, അവർ ഒരുമിച്ചാണ് നിൽക്കുന്നതെന്നും പറയുന്നത് ഈ പെണ്ണും ചെറുക്കനും കൂടെ. ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കേസ് കേട്ടോ. എന്നിട്ട് അവൻ്റെ പാർട്ടി BJP പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ഈ പറയുന്ന പ്രസ് മീറ്റിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു, നാട്ടുകാർ മുമ്പ് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്. അവൻ്റെ ഫോട്ടോ സഹിതം ബ്ലർ ചെയ്തിട്ട് ആൾക്കാരാണ് കാണിക്കുന്നത്. ഇത് ഇവനാണോ ലവനാണോ എന്നൊന്നും ഒരു ഈച്ചയ്ക്ക് പോലും അറിയത്തില്ല. പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്? ഇപ്പോൾ തന്നെ അവരെ വിളിച്ചെന്നും പറയുന്നത് ഇനി കേസിൻ്റെ ഗതി മാറ്റാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കേട്ട് നോക്കാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം രാഹുൽ അതിജീവിതയെ ഫോണിൽ വിളിച്ചെന്നും ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നും ചൂണ്ടിക്കാട്ടി SIT തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. രാഹുൽ ശനിയാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സിജോ വി ജോൺ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സിജോ, മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം അനുവദിക്കുന്നത്. അത്തരത്തിൽ ആണ് കോടതിയുടെ സമീപനം ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയെ ഫോണിൽ വിളിക്കുന്നത്. രാഹുൽ ഫോണിൽ വിളിച്ചെങ്കിലും അതിജീവിത ഫോൺ എടുത്തില്ല. ഇതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി അതിജീവിത പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത്. അപ്പോൾ ഫോൺ എടുക്കേണ്ടതല്ലായിരുന്നു? ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതല്ലായിരുന്നു? എന്താണ് സംസാരിക്കുന്നതിനും കൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായാലേ. നിങ്ങളത് റെക്കോർഡ് ചെയ്തിട്ട് മീഡിയയ്ക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഇടുവോ എന്താണെന്നൊക്കെ ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ? ഇതിപ്പം രാഹുൽ വിളിച്ചു എന്ന് പറയുന്നു. എന്താണ് അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഇനി പടച്ച് വിടുന്നതാണോ എന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വേണമെങ്കിൽ ആ ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തി. ഈ 3 സ്ത്രീകളാണെങ്കിൽ പോലും ഈ 3 സ്ത്രീകളെ കോൺടാക്ട് ചെയ്തൊരു വ്യക്തി ഉണ്ടായിരുന്നു, റിനി ആൻഡ് ജോർജ്. പിന്നെ ഈ പറയുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരും ഇതുപോലുള്ള ഷഹനാസിനെ പോലുള്ള കുറേ ടൈപ്പ് ടീംസുകളെല്ലാവരും അങ്ങോട്ട് ഇടിച്ച് കയറി അങ്ങ് ചെല്ലുമായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് യൂത്ത് പിള്ളേരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രായം ചെന്നവരാണെങ്കിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവന്മാർ വന്നിട്ട് ഇമ്മാതിരി തോന്നിയ ദിവസം കാണിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. അതായത് ക്രൂരമായിട്ട് നശിപ്പിച്ചു എന്നാണ് വിളിച്ച് പറഞ്ഞത്. ക്രൂരമായിട്ട്, അതും സമ്മതമില്ലാതെ. അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ രാഹുൽ ഇന്ന് ഇവിടെ നിൽക്കുമോ? അറസ്റ്റ് ചെയ്തേനെ രാഹുലിനെ. ഈ പരാതി പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഈ രാഹുലിന് നൽകിയിരിക്കുന്ന ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഫയൽ സ്വീകരിച്ച കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ശനിയാഴ്ച നേരിട്ട് ഹാജരാകാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ജാമ്യാവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരാതിക്കാരിയോ അല്ലെങ്കിൽ ഈ സാക്ഷികളെയോ സ്വാധീനിക്കരുത്, അവരുമായി ബന്ധപ്പെടരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ രാഹുൽ ഇവരെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായും ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമാണെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നമ്മൾ രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ ഫോൺ പോയിട്ടുണ്ട്, അവരുടെ നമ്പറിലോട്ട് കോള് പോയിട്ടുണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് രാഹുലിൽ നിന്ന് കിട്ടുന്ന ഒരു വിശദീകരണം, ഈ അതിജീവിതയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി കോൺടാക്ട് എടുത്തപ്പോൾ സമയത്ത് അറിയാതെ കോള് പോയതെന്നുള്ളതാണ് രാഹുലിന്റെ വിശദീകരണം. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും ജാമ്യവ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായി. അങ്ങനെയൊക്കെ വരൂ. ശരിയാണ്. പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ഈ പറയുന്ന ബ്ലോക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അറിയാമല്ലോ, നമ്മളെ സൈഡിലെ സെറ്റിങ്സെ പിടിച്ച് നിൽക്കുമ്പോൾ അബദ്ധത്തെ വല്ലതും കോള് വല്ലതും പോകുന്ന വല്ലതും സ്വാഭാവികം. എൻ്റെ പൊന്ന് രാഹുൽ, ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളില്ലായിരുന്നു നേരത്തെ. എന്തായാലും അതിജീവിതയാണെങ്കിൽ പോലും ആ നമ്പർ കളയാൻ കാണിക്കാത്ത ഒരു മനസ്സുണ്ടല്ലോ. ഒരുപാട് നന്ദി. കാരണം തന്നെ ഇത്രമാത്രം ക്രൂരമായിട്ട് ദ്രോഹിച്ചൊരു വ്യക്തിയെ കോള് പോലും ബ്ലോക്ക് ചെയ്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിജീവിതയും ഒട്ടും മോശമല്ല. ഇവിടെ നിന്ന് അതിജീവിതയൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പരസ്പര സമൂഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് അവളെങ്ങനെ അതിജീവിതയാവും? അങ്ങനെയാണെങ്കിൽ കേരളത്തിലല്ല ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളും അതിജീവിതമാരാ. പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ ഫുൾ കോമഡി കേട്ടോ. സാഹചര്യത്തിൽ കോടതി ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, സിജോ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഓക്കെ, ഈ ഒരു ന്യൂസ് ഇതാണ്. അടുത്ത ന്യൂസ് നമുക്കൊന്ന് വെച്ച് തരാം. ഈ ന്യൂസ് എന്താണെന്ന് ഓരോ ന്യൂസിലും ഓരോ കഥകളൊക്കെയാണ് തോന്നുന്നത്. അടുത്ത് നോക്കട്ടെ. കോടതി നോട്ടീസ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയെ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാകണമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ അഭിഭാഷകനോ ഹാജരാകണമെന്നാണ് ഇപ്പോൾ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിബിൻ JB ചേരുന്നു. ജിബിൻ, നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യഘട്ടത്തിലൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി സാക്ഷികളെയോ ഈ പറയുന്ന അതിജീവിതമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നാണ്. പക്ഷേ നിർബാധം അത് ലംഘിച്ചിരിക്കുന്നു. ഈ പറയുന്ന അതിജീവിതയെ വിളിച്ചിരിക്കുന്നു. ഇങ്ങനൊരു പരാതി എപ്പോഴാണ് വന്നത്? എന്തൊക്കെയാണ് നോട്ടീസിന്റെ മറ്റു വിശദാംശങ്ങൾ?
സുഹൈൽ, ഈ മാസം 17-ാം തീയതിയാണ് ഈ രണ്ടാമത്തെ പീഡന പരാതി നൽകിയിരിക്കുന്ന യുവതി SIT വിവരം അറിയിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ ഫോണിൽ കൂടി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വിവരം SITയിൽ ഒരു പരാതിയായി നൽകുന്നത്. തുടർന്ന് ഈ വിവരം SIT ആണ്, പ്രത്യേക അന്വേഷണ സംഘമാണ് കോടതിയെ ധരിപ്പിച്ചത്. കാരണം ഈ രണ്ടാമത്തെ പീഡന കേസിൽ, രണ്ടാമത്തെ മാത്രമല്ല ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ പരാതിയിലും രാഹുലിന് ജാമ്യം ലഭിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജാമ്യ വ്യവസ്ഥയെ വെച്ചിരുന്നത് ഈ പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ഈ രണ്ടാമത്തെ കേസിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പരാതിക്കാരിയെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. തുടർന്നാണ് ഈ പെൺകുട്ടി ഫോൺ എടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പരാതിയായത് SIT അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിവരം കോടതി അറിഞ്ഞതിന് പിന്നാലെയാണ് കോടതി നേരിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കത്തയച്ചിരിക്കുന്നത്. അതായത് ഈ മാസം 28-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിലോ അഭിഭാഷകനോ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന് കോടതി അയച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകി, രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നൽകി, മൂന്നാമത്തെ കേസിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം നൽകി, രണ്ടാമത്തെ കേസിൽ ജാമ്യോപാധി ലംഘിച്ചെന്ന് കാണിച്ചാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഹുൽ ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് കറക്റ്റ് വിവരങ്ങളൊക്കെ തിരക്കാം. എന്താണ് ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ രാഹുലിനെ പൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു രാഹുലിന്റെ സമയം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പോയ സമയത്തൊക്കെ എന്തായാലും ഈ ഒരു സമയത്ത് ബുദ്ധിയുള്ളവരാരും വിളിക്കാൻ ശ്രമിക്കാറില്ല, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്കിനി കണ്ടറിയാൻ വേണ്ടി നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ, ബൈ ബൈ.